കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേശാതിമ്മാനുവേൽ നടത്തിയിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേശാതിമ്മാനുവേൽ നടത്തിയിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. ഗർഭത്തിൽ നിന്നെന്ന പോലെ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിന് കതകുകളാൽ അടച്ചവൻ ആർ? അന്നു ഞാൻ മേഘത്തെ അതിനുടുപ്പും കൂരിരുളിനെ അതിന് ചുറ്റാടയും ആക്കി. ഞാൻ അതിന് അതിർ നിയമിച്ചു, കതകും ഓടാമ്പലും വച്ചു എന്നുള്ള വചനമാണ്. സർവശക്തനായ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ വെള്ളങ്ങളുടെ കൂട്ടത്തെ സമുദ്രമെന്നും ഉണങ്ങിയ നിലത്തെ കരയെന്നും പേരിടുകയും സമുദ്രത്തിൻ്റെ കൂട്ടങ്ങൾ അതിന്മേൽ പൂർണ്ണ അധികാരമുള്ളവനായ ദൈവം അതിനൊരിക്കലും കടന്നുകൂടാത്ത ഒരതിർ ഇട്ടുവച്ചിരിക്കുന്നു എന്നും ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. നാം സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: വെള്ളം അവൻ്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോഴും എന്ന് പറയുന്ന വചനങ്ങളാണ്. അവിടെ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? വെള്ളത്തിന് കടക്കുവാൻ പാടില്ലാത്ത തലത്തിൽ അതിർ നിർമ്മിച്ച ദൈവം ആ അതിരിനുള്ളിൽ നിൽക്കുന്ന ജലാശയങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയുമ്പോൾ ഒരു വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചത് ദൈവമാണെന്നും ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളും സൃഷ്ടിതാവായ ദൈവത്തെ അനുസരിക്കുന്നു എന്നും ആ ദൈവവചന ചിന്തകൾ നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുക തന്നെയാണ്. ആർത്തിരമ്പുന്ന കടലിനെ നോക്കി നിശാന്തമാകാൻ പറഞ്ഞപ്പോൾ അതനുസരിച്ചു. ആഞ്ഞു വീശുന്ന കാറ്റിനോട് ഇനി ഊതരുതെന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ചു. കടലിലുള്ള ലിവ്യാഥാൻ്റെ തല തകർത്ത ദൈവത്തെയും ലിവ്യാഥാനെ കാടകളാക്കി ജനത്തിന് നൽകിയ ദൈവത്തെയും കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടൊക്കെ സൃഷ്ടിതാവായ ദൈവത്തെ സൃഷ്ടി പൂർണ്ണമായി അനുസരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവത്തെ അനുസരിക്കാത്തവരായി കടന്നു പോകുന്നത് മനുഷ്യ സൃഷ്ടി മാത്രമാണെന്നും ആ മനുഷ്യൻ സൃഷ്ടിതാവിനെ ആഴമായി ഭയപ്പെടാത്തതുകൊണ്ട് അനുസരിക്കാത്തതുകൊണ്ട് ആ സങ്കട വാക്കുകളാണ് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. ഞാൻ മക്കളെ പോറ്റി വളർത്തി അവൻ എന്നോട് മത്സരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന വചനങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയും ഭൂമണ്ഡലങ്ങളും ആകാശമേഘങ്ങളിൽ പാറിപ്പറക്കുന്ന പറവകൾ മുതൽ കടലിൻ്റെ അടിത്തട്ടിലുള്ള ലിവ്യാഥാൻ വരെ ദൈവത്തെ അനുസരിക്കുന്നു. ആർത്തിരമ്പുന്ന കടൽ ദൈവത്തെ അനുസരിക്കുന്നു. ആ ദൈവത്തിൻ്റെ അധികാരത്തെ എടുത്തോർപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുവാൻ കടപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ നിമിഷങ്ങളും ദൈവത്തെ അനുസരിച്ച്
ആ നിലകളിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരും ദൈവവഴി തിരഞ്ഞെടുത്ത് ആ നിലകളിൽ മുൻപോട്ട് പോകുന്നവരുമായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.